പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെ പുത്രനായ യേശുവേ, ഗോതമ്പപ്പമായി മാറിയ യേശുവേ, അനുഗ്രഹിക്കണമേ. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ എൻ്റെ ശരീരവും ഭക്ഷിക്കുന്ന എല്ലാ മകനെയും മകളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്നും വില കെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം പറയാൻ അവരുടെ അധരങ്ങളെയും ഹൃദയത്തെയും ജ്വലിപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ മണവാളനായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി അവരുടെ മേൽ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുനാഥൻ്റെ സ്നേഹം എത്രയോ അവർണ്ണനീയമാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. മനുഷ്യ മക്കളോടുള്ള സ്നേഹം അത് നമ്മൾ രുചിച്ചറിയണം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് എന്തുമാത്രമാണെന്ന് അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറയുന്ന യേശു തമ്പുരാനെ നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് കൊണ്ട് നടക്കണം. അപ്പോഴാണ് അവിടുത്തെ കൃപ, അവിടുത്തെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശു ആരാധന. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെയും, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുമുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുനാഥൻ്റെ സ്നേഹം അവർണ്ണനീയമാണ്. അവിടുത്തെ സ്നേഹം ഹൃദയം ജ്വലിക്കുന്നു. മനുഷ്യനോട് അനുകമ്പ തോന്നുന്നു. അവരെ വിശപ്പടക്കുന്നു. അവരെ പറഞ്ഞയക്കുന്നില്ല. കാരണം അവർ വഴിയിൽ തളർന്നു വീഴുമെന്ന് പറഞ്ഞ് അവൻ അവർക്ക് സ്വർഗത്തിൽ നിന്നും അപ്പമിറക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ 32-ാം വാക്യത്തിൽ 7 പ്രാവശ്യമാണ് യേശുനാഥൻ അവൻ്റെ ഹൃദയം ജ്വലിക്കുന്നത് നമ്മളോട് പറയണത്. 7 സ്ഥലത്ത്, ഒറ്റ അധ്യായം കണ്ട 32-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം യേശുനാഥൻ നമുക്ക് വേണ്ടി അരുളി ചെയ്യുന്നുണ്ട്. അതിന് ശ്രമിക്കാം. യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, 1-ാം സ്ഥലം, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നി. അപ്പൊ യേശുനാഥൻ പുറപ്പെട്ട് ഗലീല കടലിൻ്റെ മറുകരയിലേക്ക് പോയി. ഇന്നലെ നമ്മൾ കണ്ടതാണ്. അവിടെ യേശുനാഥൻ ഒരു മലയിൽ കയറിയിരുന്ന് വചനം പ്രഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കൂട്ടം ജനം ഇങ്ങനെ കൂടി യേശുവിനെ കാണാനായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഉടനെ യേശു അവരെ നോക്കിക്കണ്ടപ്പോഴത്തേനും യേശുനാഥന് അവരോട് അനുകമ്പ തോന്നിയത്, സ്നേഹം തോന്നിയത്. എൻ്റെ മക്കൾ ഇങ്ങനെ എൻ്റെ വാക്ക് കേൾക്കാൻ, എൻ്റെ വചനം കേൾക്കാൻ ഓടി വരുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഒന്നും കൂടെ വായിക്കാം. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അപ്പോൾ അവിടെ യേശുനാഥൻ 3 ദിവസമായി ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമില്ല, ഭക്ഷണം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചിലപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നുണ്ടാവും ഭക്ഷണം, പക്ഷേ കഴിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാവർക്കും ഇല്ല. അത് കർത്താവിനെ അറിയാം. അപ്പോൾ കർത്താവ് എന്താ ചെയ്യാൻ പോണത്? അതാണ് അടുത്തത്. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു പറഞ്ഞു, 1-ാം വാക്യം, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നി. 2-ാം
പ്രാവശ്യം 3 ദിവസമായി അവർ എന്നോടുകൂടെയാണ്. മൂന്നാമത്തെ വാക്യം സ്നേഹം. 4 അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. 4 വഴിയിൽ അവർ തളർന്ന് വീഴാൻ ഇടയാകും. 5 ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സിൽ വരുന്നില്ല. 6 ശിഷ്യന്മാർ ചോദിച്ചു, ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം മരുഭൂമിയിൽ എവിടെ നിന്നും കിട്ടും? യേശു 7 പ്രാവശ്യവും ഈ മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് സംസാരിക്കുന്നത്? ഓരോ വാക്കിനും യേശുവിൻ്റെ അർത്ഥമുണ്ട്. അവസാനം 7-ാം പ്രാവശ്യം യേശു ചോദിക്കുന്നത്, ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം എവിടെ നിന്നും? ശിഷ്യന്മാരെ പരിഹസിച്ച് ചോദിക്കുക. ഹല്ലേലൂയ. അപ്പൊ യേശുവിൻ്റെ ഒരു മനോഭാവം നമ്മൾ നോക്കാം. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. യേശു പറയുന്നു, വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയാകാതിരിക്കാൻ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കർത്താവിൻ്റെ ആ മനസ്സിൻ്റെ വിഷമം ഒന്ന് നോക്കിയേ. 3 ദിവസം അവരുടെ കൂടെ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ അറിയണം, കർത്താവിൻ്റെ വചനം ഇങ്ങനെ കണ്ടിന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, അങ്ങനെ കേട്ടിരുന്നു. പക്ഷെ അവിടെ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ യേശുനാഥൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയാണ്. 33-ാം വാക്യം. ശിഷ്യന്മാർ ചോദിച്ചു, ഇത്രയൊരു വലിയ ജനക്കൂട്ടത്തിന് തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം മരുഭൂമിയിൽ എവിടെ നിന്നും കിട്ടും? യേശുവിനോട് ചോദിക്കും, ഈ മരുഭൂമിയിൽ എവിടെ നിന്നും കിട്ടും? ഇത് 2-ാമത്തെ പ്രാവശ്യമാണ് യേശുനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്നത്. ആദ്യം ഒരു പ്രാവശ്യം യേശുനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്, നമ്മൾ കണ്ടതല്ല. അവിടെ 5000 പുരുഷന്മാർ ഭക്ഷിച്ച് തൃപ്തി വരുത്തി. അതോടൊപ്പം സ്ത്രീകളും കുട്ടികളും 10,000 പേരുണ്ടാവും. അവർക്കെല്ലാം അപ്പവും മീനും കൊടുത്ത് ഭക്ഷിച്ച് ബാക്കി 12 കുട്ട നിറയെ അവിടെ ബാലൻസ് ബാക്കി വന്നു. എന്നാൽ ഇവിടെ 4000 പുരുഷന്മാർക്കാണ് യേശുനാഥൻ അപ്പം വിളമ്പുന്നത്. അതോടുകൂടി സ്ത്രീകളും ഒരു 10,000-12,000 പേരുണ്ടാവും. അവിടെ 5 അപ്പവും 2 മീനും. ഇവിടെ 7 അപ്പവും കുറച്ച് പൊടി മത്സ്യങ്ങളുമാണ് യേശുനാഥൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. യേശു 34-ാം വാക്യം. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? യേശു ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 7 കുറേ അപ്പവും കുറെ ചെറിയ മത്സ്യവും ഉണ്ട്. 7 അപ്പവും കുറച്ച് മത്സ്യം, പൊടി മത്സ്യങ്ങളുമുണ്ട്. പക്ഷേ ആദ്യം അപ്പം വർദ്ധിച്ചപ്പോൾ 5 അപ്പവും 2 മീനും ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇവിടെ 7 അപ്പവും കുറച്ച് മത്സ്യവും ഉണ്ടെന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു. ഹല്ലേലൂയ. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ അവൻ ആജ്ഞാപിച്ചു. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ എല്ലാവരോടും പറഞ്ഞു. അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഇത് കുർബാനയാണ്. 7 അപ്പവും മത്സ്യവും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശ്രയിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. കുർബാനയിൽ വൈദികൻ യേശുവിൻ്റെ ശരീരം 2ആയിട്ട് മുറിക്കുന്നുണ്ടല്ലേ, വലിയ തിരുവോസ്തി. ഇവിടെയും അത് തന്നെയാണ് യേശുനാഥൻ ചെയ്യുന്നത്. മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു.
ഏഴപ്പം വന്നു. അത് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തിയാകും. ഹല്ലേലൂയ. ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. ശിഷ്യന്മാരെല്ലാം അവിടെ ഇരുന്ന് ഇരുത്തിയ എല്ലാ ജനങ്ങൾക്കും അങ്ങോട്ട് വിളമ്പി. ഹല്ലേലൂയ. അവർ ഭക്ഷിച്ച് തൃപ്തിയായി, മതിയോളം ഭക്ഷിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ഹല്ലേലൂയ. ബാക്കി വന്ന കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ബാക്കി വന്ന കൊട്ട എത്ര? 7 കൊട്ട. എത്ര അപ്പമാണ് ശിഷ്യന്മാർ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തത്? 7 അപ്പം. 7 അപ്പം കൊണ്ട് 4000 പുരുഷന്മാർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും കൊടുത്തു. എല്ലാവരും ഭക്ഷിച്ച് കഴിഞ്ഞ് ഈ 7 അപ്പം 7 കൊട്ട നിറയെ ബാക്കി വരികയും ചെയ്തു. ഇതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, തന്നിട്ടുണ്ടെങ്കിൽ അത് 100 ഇരട്ടിയായിരിക്കും. പിശുക്കി തരുന്ന പരിപാടിയൊന്നും കർത്താവിൻ്റെ കയ്യിലില്ല. 5 അപ്പവും 2 മീനും വിളമ്പിയപ്പോൾ 12 കൊട്ട നിറയെ ബാക്കി വന്നു. ഇവിടെ 7 അപ്പവും കുറച്ച് മത്സ്യവും വിളമ്പിയപ്പോൾ 7 കൊട്ട നിറയെ ബാലൻസ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് യേശുനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അവർ 7 കുട്ട നിറയെ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ, സ്ത്രീകളെയും കുട്ടികളെയും ചേർക്കാതെ 4000 പുരുഷന്മാരായിരുന്നു. 4000 പുരുഷന്മാർ മാത്രം അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ചേർത്തിട്ടില്ല. ഹല്ലേലൂയ. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വഞ്ചിയിൽ കയറി മറുപ്രദേശത്തേക്ക് പോയി. വഞ്ചിയിൽ കയറി വേറൊരു സ്ഥലത്തേക്ക് യേശുനാഥൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ യേശുനാഥൻ 3 ദിവസത്തെ ഇതിൻ്റെ പ്രഘോഷണം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അടുത്ത വചനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള തിരുവചനം. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ പറന്നിരുന്നു. 7 കൊട്ട നിറയെ അപ്പം അവിടെ ബാക്കി വന്നിരുന്നു. അതിൽ നിന്ന് കുറച്ച് അപ്പം എടുക്കാമെന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ എടുക്കാൻ മറന്നുപോയി. കാരണം യേശുനാഥൻ തിടുക്കത്തിൽ അവിടെ നിന്ന് നേരെ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോവുകയാണ്, വേറെ സ്ഥലത്തേക്ക്. അപ്പം ശിഷ്യന്മാരും ഓടിപ്പോയി. വഞ്ചിയിൽ കയറി അവരും ഓടി. പക്ഷേ അപ്പം എടുക്കാൻ അവർ മറന്നുപോയി. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുകയും പരിസരുടെയും സദോക്കിക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുകയും. ഒരു ഉപമ അറിയണം. കാരണം യേശുവിനെ എല്ലാം അറിയാം. ഈ ആദ്യം 5000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അപ്പം ഭക്ഷിച്ചു. ഇവിടെ 4000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അപ്പം ഭക്ഷിച്ചു. എന്നാൽ ഹെരോദോസിന്റെ കൊട്ടാരത്തിൽ യേശുവിനെ യഹൂദ പടയാളികൾ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അവിടെ എല്ലാവരും ഈ അപ്പം തിന്നവരും അവനെ ക്രൂശിക്കുക, അവനെ അടിക്കുക, അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ളതാണ് യേശു പറയണത്. എന്താ പറയണത്? സദോക്യക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുക, നാം അപ്പം എടുക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് അവർ പരസ്പരം പറഞ്ഞു. പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയും, നാം അപ്പം ഒന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇവനിങ്ങനെ പരസ്പരം പറഞ്ഞത്. 8-ാം വാക്യം. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, ഇവർ പിറുപിറുക്കുകയാണ്, നമ്മൾ അപ്പം എടുത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളാൻ പറയാം. യേശു ഉപമയിലൂടെയാണ് പറയണത്. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. യേശു എന്താ പറഞ്ഞേ? ഇന്ന വ്യക്തികളുടെ പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ. കാരണം അവര് അപ്പം തിന്ന് തൃപ്തിയായി സന്തോഷമായി. പക്ഷെ അവര് നിങ്ങളെ തള്ളിപ്പറയും, നിങ്ങളെ കുറ്റപ്പെടുത്തും. അവരെ സൂക്ഷിച്ചു കൊള്ളുക. അതവിടെ നടക്കുന്നുണ്ടല്ലേ. യേശുവിനെ
ബന്ധിച്ച് കൊണ്ടുപോകുമ്പോൾ എല്ലാ ശിഷ്യന്മാരും ഓടിക്കളഞ്ഞു, തള്ളി പറഞ്ഞു, കോഴി കൂടി, പലതും അവിടെ സംഭവിക്കുന്നുണ്ട്. അതാണ് യേശു പറയണത്, പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളു. ഹല്ലേലൂയ. അല്പവിശ്വാസികളെ യേശു വിളിക്കുന്നു. അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? അപ്പമില്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ്? കർത്താവിന് ഒന്നും അസാധ്യമല്ല, അല്ലേ? എല്ലാം സാധ്യമാണ്. അപ്പോഴെങ്കിൽ ഇപ്പോൾ വീണ്ടും അപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്നും വീണ്ടും അപ്പം ഉണ്ടാക്കും. അവൻ്റെ കൂടെയായിരിക്കുമ്പോൾ അവൻ തന്നെ ഒരു അപ്പമാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ അപ്പത്തെ പറ്റി വേദനിക്കുന്നത്? അപ്പം എടുത്തില്ലെന്നുള്ളത് ആ വിചാരങ്ങൾ, ആ ചിന്തയിലേക്ക് എടുത്ത് കളയാൻ കർത്താവ് പറയുന്നു. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവരെ പറ്റി ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട ഒരാവശ്യമില്ല. കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ കൂടെയായിരിക്കുമ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിക്കും. കുടുംബത്തിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും അവൻ നോക്കിക്കുന്നു. ഹല്ലേലൂയ. ഞാനോർക്കന് ഈ തോമസ് പോൾ, നമുക്കെല്ലാവർക്കും അറിയില്ല, വലിയൊരു വചന പ്രഘോഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകള് ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെയാണ് പഠിക്കുന്നത്. അവിടെ ഒറ്റയ്ക്കാണ് പോണത് ട്രെയിനൊക്കെ. അപ്പോൾ ഈ തോമസ് പോൾ പറയുന്നത്, ഞാൻ ഇവിടെ വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മകൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് യാതൊരു ഭയവും ഒന്നുമില്ല. കാരണം ഞാൻ വചനം പ്രഘോഷിക്കുന്ന എൻ്റെ അപ്പൻ അവളുടെ കൂടെയുണ്ട്. എന്താ അതേപ്പറ്റി ഒരു ചിന്തയെ ഈ തോമസ് പോളിനില്ല. കാരണം അവളെ പഠിപ്പിക്കുന്നതും അവളെ കൊണ്ടു നടത്തുന്നതും വഴി നടത്തുന്നതുമെല്ലാം യേശുവപ്പനാണ്. അപ്പോൾ യേശുവപ്പനെ പറ്റി പ്രഘോഷിക്കുമ്പോഴും യേശുവപ്പനെ ധ്യാനിക്കുമ്പോഴും നമ്മുടെ മക്കളെ ഓർത്ത് നമ്മൾ ആകുലതരാകേണ്ട ഒരാവശ്യമില്ല. അവൻ നോക്കിക്കോളും എന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മതി. യേശു നോക്കും. അത് പറയുമ്പോഴേ കിട്ടുള്ളൂ, പറയാതെ കിട്ടുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്, നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. പറയണം, എൻ്റെ മക്കളെ നോക്കുന്നത് എൻ്റെ യേശുവപ്പനാണ്. അവരാണ് ജപം നൽകി പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് വിദ്യാഭ്യാസ യോഗ്യത കൊടുത്തിരിക്കുന്നത്. അപ്പം അവൻ തന്നെ ഒരു ജോലി കൊടുക്കുകയും ചെയ്യും, അവരനുഗ്രഹിക്കുകയും ചെയ്യും. ചേർന്ന് ഇണയെ അവർക്കും അവന് കൊടുക്കാൻ നമ്മുടെ തമ്പുരാനായ യേശു തമ്പുരാന് സാധിക്കും. നമ്മളെന്തിനാണ് ആകുലരാകുന്നത്? ഒന്നും വേണ്ട. യേശുവെ നന്ദി, യേശുവെ ആരാധന. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? ഹല്ലേലൂയ. യേശുവെ നന്ദി. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? പറയണം, 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ആദ്യത്തെ യേശുനാഥൻ്റെ അപ്പം വർധന 5 അപ്പവും 2 മീനും, അല്ലേ? 5000 പുരുഷന്മാർ ഭക്ഷിച്ച്, അതോടെ സ്ത്രീകളും കുട്ടികളും. ബാക്കി 12 കുട്ട നിറയെ ബാലൻസ് വന്നു. ഇതൊന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന് യേശു ചോദിക്കുന്നു. ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അപ്പോൾ ഈ വഞ്ചി ഈ കാത്ത് കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ യേശു ചോദിക്കണം, ആദ്യം 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാർക്ക് കൊടുത്തു, അതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും. അവിടെ എത്ര കുട്ട ബാലൻസ് വന്നു? 7 അപ്പവും കുറച്ച് മത്സ്യവും വർദ്ധിപ്പിച്ചു. അവിടെ 4000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ചു. ബാക്കി 7 കുട്ട നിറയെ. ഇതൊന്നും നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ എനിക്ക് വലുതും അസാധ്യമായിട്ടുണ്ടോ? എന്ത് വേണമെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുകയും ഞാൻ താങ്കൾക്ക് തരാമെന്ന് യേശു ഉപമയിലൂടെ പറയുന്നു. പക്ഷെ അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അവരുടെ ഓർമ്മയിൽ വരുന്നത് അപ്പം എടുത്തില്ലല്ലോ, രാത്രി ഭക്ഷിക്കാൻ, വൈകിട്ട് ഉച്ചയ്ക്ക് ഭക്ഷിക്കാൻ അപ്പം എടുക്കാണ്ട് വന്നല്ലോ എന്ന പിറുപിറുപ്പാണ്. കർത്താവ് അതാണ് പറയുന്നത്. ഹല്ലേലൂയ. അന്ന് എത്ര കുട്ടകൾ നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ആർത്തുകൊണ്ട് ആവശ്യമില്ലടാ, ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിക്കുന്നത്,
നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഈ 2 അത്ഭുതങ്ങൾ കണ്ടിട്ടും ഈ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. അവയിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുക. നമ്മളിനി എന്ത് ചെയ്യും? എന്ത് കഴിക്കും? അവിടെ പോകുമ്പോൾ അപ്പം കിട്ടുമോ? പട്ടിണി കിടക്കണ്ടേ? നമ്മുടെ അപ്പൻ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ പട്ടിണി കിടക്കേണ്ടത്? നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് യേശുനാഥൻ നമുക്ക് തരും. അതാണ് യേശുനാഥൻ പറയണത്. അന്ന് നിങ്ങൾ ഇതൊന്നും ഓർക്കാത്തത് എന്തുകൊണ്ട്? അപ്പം നിങ്ങൾ ചിന്തിക്കൂ. അവനൊന്നും അസാധ്യമായില്ല. എല്ലാം സാധ്യമാക്കുന്ന അവനാണ് നമ്മുടെ ദൈവമായ കർത്താവ് യേശുനാഥൻ. പരീസ്യരുടെയും സദോക്യക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ യേശു പറയുന്നത്. പരീസ്യരുടെയും സദോക്യക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. 12-ാം വാക്യം. അപ്പത്തിൻ്റെയും സദോക്യക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. അപ്പോഴും അവർക്ക് പിടികിട്ടണില്ല. എന്താണ്? അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, പരീസ്യരുടെയും സദോക്യക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ്. കണ്ടോ? അവരുടെ ചിന്തകളും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. അപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. അത്രയും കൃത്യമായിട്ട് യേശുനാഥൻ പറയുമ്പോൾ മാത്രമേ അവർക്ക് അത് മനസ്സിലാവുന്നുള്ളൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്നു. പരിശുദ്ധമേ യേശുവിൻ്റെ അമ്മേ, പുത്രൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം അമ്മയുടെ വിമല ഹൃദയം വഴി പുത്രൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കാനും യോഗ്യതയോടെ കുർബാനയിൽ പങ്കെടുക്കാനും കൃപ തരാൻ അമ്മ മധ്യസ്ഥ ചായിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാധികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു ബലിപീഠ ദിവസമായി ഈ ഞായറാഴ്ച മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.